സദ്യാവിഭവങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും അല്ലേ കൂട്ടുകറി. ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ സ്റ്റൈൽ കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ചേന ഒരു 250 ഗ്രാമാണ് കേട്ടോ ചേന ഉണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ കായ 2 ചെറിയ ഏത്തക്കായാണ് കേട്ടോ. ഞാനത് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, കറുക്കാതിരിക്കും. കായയുടെയും ചേനയുടെയും അതേ അളവിൽ കുമ്പളങ്ങ. ഞാനിവിടെ ഈ 3 കഷ്ണങ്ങളാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങളിൽ എല്ലാ തരം കഷ്ണങ്ങളും ചേർത്താണ് ഈ കൂട്ടുകറി തയ്യാറാക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും, ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. വെള്ളം നമ്മുടെ ഈ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അതുപോലെ ചേന വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ ചേന ആദ്യം വേവിച്ചിട്ട് മറ്റ് 2 കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിനി ഒരു 1/4 ഭാഗം വേവ് ആകുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്ക് കുറച്ച് വേഗം വെന്ത് കിട്ടും. ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരത്തോളം മതിയാവും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ചേനയും കായയൊക്കെ അനുസരിച്ച് വേവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമേ. ഞാനിവിടെ എടുത്തത് നല്ല പെട്ടെന്ന് വേവുന്ന ചേനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ തന്നെ എനിക്കിത് നന്നായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർക്കണം. കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ശേഷം നന്നായിട്ട് കുതിർത്തി പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. കടല ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. കടലയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ആ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കണം. ഒരു തേങ്ങയുടെ 4/1 കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ ജീരകവും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. ഇനി ഈ അരപ്പിൽ കിടന്ന് നമ്മുടെ ചേനയൊക്കെ ഒരു 1/4 വേവല്ലേ ആയിട്ടുള്ളൂ. ഈ അരപ്പിൽ കിടന്ന് ബാക്കി കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ. അങ്ങനെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ വെള്ളം അധികം ഉള്ളതൊക്കെ ഒന്നങ്ങ് വറ്റിയും കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ ഒരു വറവ് തയ്യാറാക്കാം. അപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 സ്പൂണോളം ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ജീരകം നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ കൂടെ ചേർത്താൽ നമ്മുടെ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക മണവും രുചിയായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം അരയ്ക്കാനെടുത്തത് 4/1 ഭാഗം തേങ്ങയാണ്. ബാക്കി 1/4 ഭാഗം തേങ്ങയും നമ്മൾ വറുത്താണ് കേട്ടോ ഇടുന്നത്. ഒരു മുഴുവൻ തേങ്ങ എടുത്താൽ അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ വറവിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകറിക്ക് നമ്മൾ വറവ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടണേ. നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറിലേക്കായി വരണം. കൂട്ടുകറിക്ക് മറ്റെല്ലാ കറികളേക്കാളും വറവ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. ഇതാ കറി കണ്ടോ, നന്നായിട്ട് കുറുകി ഇരിപ്പുണ്ട്. ഇനി ഈ ചട്ടിയിലിരിക്കുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ശർക്കര. 1 സ്പൂൺ ശർക്കര ചേർത്തെന്ന് ഓർത്ത് നമ്മുടെ കൂട്ടുകറിക്ക് മധുരമായി പോകുമൊന്നുമില്ല. ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ ശർക്കര കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതങ്ങ് അടച്ചു വെച്ചാൽ ആ ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് കൂട്ടുകറി നല്ല പരുവത്തിനായി കിട്ടും നമുക്ക്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് കൂട്ടുകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ.